മറ്റു വാർത്തയിലേക്ക് വന്നാൽ വാഴക്കാട് ലഹരി കേസിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. മുഖ്യപ്രതി ഷബീബിന്റെ മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. ഷബീബിന് നിർദ്ദേശങ്ങൾ നൽകിയ ജിതിനെ കണ്ടെത്താനുള്ള നീക്കത്തിലാണ് പോലീസ്. ഇന്നലെ അറസ്റ്റിലായ അബു താഹിറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം ചേരുന്നു. അഷ്കർ അലി കരിമ്പ, ഈ ലഹരി മരുന്ന് ആർക്ക് കൊണ്ടുവന്നതാണ് എന്നതിൽ കൃത്യമായ വിവരങ്ങളൊക്കെ നൽകിയിട്ടുണ്ടോ ഷബീബ്? അതോ ഷബീബ് ചില കാര്യങ്ങൾ മറച്ചുവെക്കുകയാണോ? ആരൊക്കെയാണ് ഇതിൽ ഉൾപ്പെട്ടത്? ഈ ലഹരി വഴി അത് പൂർണ്ണമായും കണ്ടെത്താൻ കഴിയുന്നുണ്ടോ അന്വേഷണ സംഘത്തിന്? സുജിയ, ഏറ്റവും നിർണായകമായ ചോദ്യം അത് തന്നെയാണ്. ഇപ്പോൾ ഷബീബ് നൽകിയ മൊഴി അനുസരിച്ച് കൊച്ചിയിൽ നിന്നെത്തുന്ന 2 സിനിമാ നടിമാർക്ക് വേണ്ടിയാണ് ഈ MDMA 510 ഗ്രാം MDMA എത്തിച്ചതെന്നാണ് ഷബീബ് നൽകിയിരിക്കുന്ന മൊഴി. 2 നടിമാരുടെ പേര് കൂടി ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ഷബീബ് മൊഴിയായി നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ നടിമാരെ ഈ കേസുമായി ബന്ധിപ്പിക്കുന്ന തെളിവുകളൊന്നും നിലവിൽ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ ഷബീബ് ഈ നടിമാരെ ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ നടിമാർ ഷബീബിനെ ബന്ധപ്പെടുകയോ ചെയ്തിട്ടില്ല. മറിച്ച് ഈ കേസിൽ കണ്ണിയായിട്ടുള്ള ജിതിനാണ് ഇത്തരത്തിൽ ഈ നടിമാരുടെ പേര് ഷബീബിന് പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് ജിതിനെ പിടിച്ചാലാണ് ഇപ്പോൾ ഷബീബ് നൽകിയിരിക്കുന്ന മൊഴികളുടെ വസ്തുതയൊക്കെ വ്യക്തമാകുമെന്നാണ് പോലീസ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ജിതിന് വേണ്ടി ഇപ്പോൾ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ജിതിനെ കണ്ടെത്തിയാൽ മാത്രമേ ഈ ഷബീബ് നൽകിയ മൊഴിയിലെ വസ്തുതകളൊക്കെ തന്നെ പൂർണ്ണമായും കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ സിനിമാ മേഖലയുമായുള്ള ഈ കേസിൻ്റെ ബന്ധം അത് സ്ഥിരീകരിക്കപ്പെടണമെങ്കിലും അത് തെളിയിക്കപ്പെടണമെങ്കിലും ഈ കേസിലെ പ്രധാന കണ്ണിയായിട്ടുള്ള ജിതിനെ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഈ ജിതിന് വേണ്ടിയാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ജിതിനും ഷബീബും തമ്മിലുള്ള ബന്ധം ഫോൺ മുഖേനയാണ് കാര്യമായി നടന്നിരിക്കുന്നത്. ആ കാരണത്താൽ തന്നെ ഷബീബിൻ്റെ ഫോണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ ഫോൺ ഇപ്പോൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഫോൺ സൈബർ സെല്ലിന് കൈമാറുകയും ചെയ്യും. അതിനോടൊപ്പം തന്നെ ഈ ലഹരി എത്തിച്ച ഒമാനിൽ നിന്നും കരിപ്പൂർ എയർപോർട്ട് വഴി ആ പാൽപ്പൊടി പാക്കറ്റിൽ അതിവിദഗ്ധമായി ഒളിപ്പിച്ച് നാട്ടിലേക്ക് എത്തിച്ച ഇതിൽ കരിയറായി പ്രവർത്തിച്ച ചെമ്മാട് തിരൂരങ്ങാടി സ്വദേശിയായിട്ടുള്ള അബു താഹിറിനെ പോലീസ് ഇന്നലെ തന്നെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഇന്നലെ രാത്രി അബു താഹിറിനെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. അബു താഹിറിനെ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. സുജിയ. ഓക്കെ, അഷ്കർ അലി കരിമ്പയാണ് വിവരങ്ങൾ നൽകിയത്.